നിങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിന് മുന്നിട്ട് നിന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കുറവുണ്ടായിരുന്നുവെങ്കിൽ നമുക്കതൊന്നും നേടാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രാവശ്യവും നഴ്സ് സൂപ്രണ്ട് വന്നിട്ട് പറയുമ്പോൾ അയ്യോ ആള് കുറഞ്ഞു, ആള് പോരാ എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രാ ആൾക്കാരെ എടുത്ത് എങ്ങനെയും ആശുപത്രി കൊണ്ടുനടക്കണം, നന്നായി കൊണ്ടുനടക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. എപ്പോഴും പലരും പറയാറുള്ളത് ഒരു 10 കൊല്ലം മുമ്പ് ഈ ആശുപത്രിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ഭയങ്കര മണമായിരുന്നു, ഭയങ്കര ആശുപത്രി മണമായിരുന്നു, ഭയങ്കര ഒരു ആശുപത്രി ക്ലീനല്ലായിരുന്നു. എന്നാൽ ഇന്ന് വരുന്നവർ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ മരുമകൻ ആള് ദുബായിലാണ്. അപ്പോൾ ബന്ധപ്പോൾ പറഞ്ഞു, ഏതൊരു ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ അത് ഗവൺമെന്റ് ആശുപത്രി നമുക്ക് പ്രൈവറ്റ് ചെയ്യാം. അതപ്പോൾ ആള് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആള് പറഞ്ഞത്രേ, അല്ലത് പണ്ടത്തെ ജില്ലാ ആശുപത്രി എന്നല്ലല്ലോ, ഇതെല്ലാം ഭയങ്കരമായിട്ട് മാറിയല്ലോ, ഒരു മണം പോലും ഇല്ലല്ലോ, എത്ര നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയണ്ടേ. അതിന്റെ കാരണം നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. വേറെ ആരും കോമ്പൗണ്ടും നമ്മുടെ വാർഡും ക്ലീനാക്കി അതുപോലെ നമ്മുടെ രോഗികളെ മുറിവ് കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റും ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം നമ്മുടെ താൽക്കാലിക ജീവനക്കാരുടെ കൂടിയാണ്. അതിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ ഒരു 100% സന്തോഷമുള്ളവനാണ്. അതിലെനിക്ക് അപ്പോൾ അതാണ് സിസ്റ്റർ എപ്പോഴും നിങ്ങളെ പറ്റി എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ ആളെ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുക്കാം സിസ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ പരിപൂർണമായിട്ട് 100% വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കിന് മാത്രമാണ് സിസ്റ്റർ എന്ന് എന്നോട് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ആശുപത്രി സംബന്ധിച്ചിടത്തോളം ഒരു അവ്യാജ ഘടകം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷമം തോന്നുന്ന കാര്യമില്ല. നമ്മളൊക്കെ ഒരു GH കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണുന്നതിനും നിങ്ങൾക്ക് ആശംസ തരുന്നതിനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ആഘോഷ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.